ഹായ് ഹലോ നമസ്കാരം. എൻ്റെ പേര് ശില്പ. അപ്പം എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ വ്ളോഗൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് വലിയ ഒരു ഐഡിയ ഒന്നുമില്ല, എങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ രാവിലെ, ഇന്ന് സൺഡേ കേട്ടോ, സൺഡേ എടുത്ത വീഡിയോ ആണ്. അത് എഡിറ്റ് ചെയ്യുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ്, പോസ്റ്റ് ചെയ്യുന്നതും അത് കഴിഞ്ഞിട്ടൊക്കെയാണ്. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് ഞങ്ങൾ ഒരു പരിപാടിയില്ലാതെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് അമ്പലത്തിൽ വരെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ പോകുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലെ ചവറയ്ക്കടുത്ത് പൊന്മനയിൽ കാട്ടിൽ മേക്കേതിൽ ക്ഷേത്രത്തിലാണ്. അപ്പം അത് സ്ഥിതി ചെയ്യുന്നത് ഈ കൊല്ലം ജില്ലയിൽ ചവറയ്ക്കടുത്താണ്. അപ്പോൾ അറബിക്കടലിനും കായലിനും നടുവിലുള്ള മനോഹരമായ ഒരു തുരുത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അവിടുത്തെ പ്രതിഷ്ഠ നമ്മുടെ ഉഗ്രരൂപിണിയായ ഭദ്രകാളിയാണ് കേട്ടോ. അത് കുറേ ആ അമ്പലം എന്ന് പറയുമ്പോഴത്തേക്കിന് ഞങ്ങൾ നേരത്തെ കുറേ പോയിട്ടുണ്ടായിരുന്നു. അതായത് ഒരു 4-5 വർഷത്തിനൊക്കെ മുന്നേ ഞങ്ങൾ മാസം പോകുമായിരുന്നു. മാസം പോയി അവിടെ മണി കെട്ടുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഇപ്പം കുഞ്ഞായതിൽ പിന്നെ ഞങ്ങളിപ്പം പോകുന്നതേ ഇല്ലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് പോകാൻ കൊണ്ട് പറ്റിയിട്ടില്ല. പിന്നെ ഇടയ്ക്ക് ഒരു വട്ടം എന്തോ പോയിട്ടുള്ളൂ. ഞാൻ നേരത്തെ ഒരു 4-5 വർഷത്തിനൊക്കെ മുന്നേ പോയിട്ടുള്ളത്, ഒരു 3 വർഷം മുന്നേ നമ്മുടെ യൂട്യൂബിൽ ഷോർട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ യൂട്യൂബിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം ഒരു 2-3 വർഷമായി അക്കൗണ്ട് തുടങ്ങി വെച്ചിട്ട്. അന്ന് കുറച്ച് റീൽസും അതായത് ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് പക്ഷേങ്കിൽ വലിയ റീച്ചൊന്നും അല്ലെങ്കിലും കുറച്ച് പേരൊക്കെ കണ്ടു, കുറച്ച് ലൈക്സൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം മെയിനായിട്ട് എനിക്ക് ഫോണിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എൻ്റെ ഫോണിൻ്റെ ക്യാമറ ക്ലാരിറ്റി വളരെ കുറവായിരുന്നു. അപ്പം ഇപ്പോൾ പുതിയൊരു ഫോൺ മേടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് വ്ളോഗ്സൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അപ്പം ഞാൻ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാട്ടിലമ്പലത്തിലാണെന്ന് പറഞ്ഞല്ലോ. അവിടെ കുറേ പ്രത്യേകതകളുണ്ട് കേട്ടോ. പണ്ട് ഈ പ്രദേശത്ത് കാട്ടിൽ പടിയിച്ച എന്ന കുടുംബത്തിലെ കാരണവന്മാരുണ്ടായിരുന്നു. അവരാണെങ്കിൽ ചരക്ക് വാങ്ങാനായി വള്ളത്തിൽ ആലപ്പുഴയിലേക്ക് പോയിരുന്ന സമയത്ത് യാത്രക്കിടയിൽ അവർക്കൊരു അജ്ഞാതയായൊരു പെൺകുട്ടിയെ ലഭിക്കുകയുണ്ടായി. അവർ അവളെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരികയും അത് ആ കുട്ടിക്ക് പ്രായപൂർത്തിയായതിനു ശേഷം അവളെ വിവാഹം കഴിപ്പിച്ച് കൊടുക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് ആ പെൺകുട്ടി പെട്ടെന്ന് അപ്രതീക്ഷയാവുകയും അതേസമയം തന്നെ അവിടെ കടലിൽ ഒരു ദിവ്യ തേജസ് പ്രത്യക്ഷപ്പെടുകയും ചെയ്തതെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ ദിവ്യ ചൈതന്യത്തെയാണ് പിന്നീട് നമ്മളെന്തുവാ ഭദ്രകാളിയായിട്ട് കാട്ടിൽ മേക്കതിൽ അമ്മയായിട്ട് സങ്കല്പിച്ച് പ്രതിഷ്ഠിച്ചതെന്നാണ് അതിൻ്റെ ഒരു അമ്പലത്തിൻ്റെ ഐതിഹ്യം. ഇത് അവിടെ കുറേ നമ്മൾ സ്ത്രീകൾ കുറേ പേര് പോയി മണി കെട്ടുന്നുണ്ട്, പൊങ്കാല ഇടുന്നുണ്ട്. ആഗ്രഹസിദ്ധിക്കായിട്ട് മണി കെട്ടി 7 മാസം അടുപ്പിച്ച് മണി കെട്ടിയിട്ട് പൊങ്കാല ഇടുന്നവരുണ്ട്. അങ്ങനെയൊക്കെ കുറേ ഐതിഹ്യങ്ങൾ ആ അമ്പലത്തിനുണ്ടായിരുന്നേ. അത് അവിടെ കുറേ പ്രത്യേകതകളുണ്ട്. അതായത് ഈ ഒരു അമ്പലത്തിനെ മണികെട്ടമ്പലം എന്നും അറിയപ്പെടുന്നുണ്ട്. ആഗ്രഹസിദ്ധിക്കായിട്ട് ക്ഷേത്രത്തിലെ ആൽമരത്തിൽ മണി കെട്ടുന്ന പതിവുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ മണികെട്ടമ്പലം എന്നും പറയുന്നത്. അപ്പം ഞങ്ങൾ അമ്പലത്തിലോട്ട് എത്തി കേട്ടോ. അവിടെ കുറേ തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയ സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു. അവിടെ ഞങ്ങളിപ്പം അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛനും മോനും മക്കളും ഒക്കെ അവിടെ ചെന്ന് നിൽക്കുക. അമ്പലത്തിലോട്ട് പോകണം. നമ്മളിപ്പോൾ അമ്പലത്തിൽ പോകണമെങ്കിൽ ജങ്കാറിലേ പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും വലിയ അത്ഭുതമാണ് കേട്ടോ. ഇത് കടലിനും കായലിനും നടുവിലുള്ള ഒരു അമ്പലമാണ്. നമ്മുടെ 2004 സുനാമി സംഭവിച്ചിട്ടില്ലേ, ആ ടൈമിൽ പോലും ഇവിടെ ഒരു തിര പോലും അടിച്ചിട്ടില്ല, അതിനെ ബാധിച്ചിട്ടില്ല എന്നതാണ് നമ്മളിതിൽ ഒരു വലിയൊരു അത്ഭുതം എന്ന് പറയുന്നത്. കടലിനും കായലിനും നടുവിൽ സ്ഥിതി ചെയ്യുന്നൊരു അമ്പലമാണ്. അപ്പം ഞങ്ങൾ വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ അതായത് കായലിന് ഇക്കരെ വരെ നമ്മൾ വണ്ടി ചെല്ലത്തുള്ളൂ, വണ്ടി അകത്തോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പം നമ്മളവിടെ ചെന്ന് ഇറങ്ങിയിട്ട് അവിടെ ഒരു ജങ്കാറുണ്ട്. ജങ്കാറിൽ കയറിയാണ് നമ്മൾ പോകുന്നത്. പക്ഷെ നല്ല രസമാണ്. ഒരു ഇച്ചിരി അതായത് അക്കരെ നിക്കലിലോട്ട് പോയാൽ മതി. പക്ഷേ അതിൽ ഫ്രീ ആണ്, നമ്മൾ പൈസ ഒന്നും കൊടുക്കണ്ട. അവിടെ എപ്പോഴും ആളെ കൊണ്ടുവരാനും എപ്പോഴും അവർ സന്നദ്ധരായിട്ടുള്ള അവരുടെ ആൾക്കാർ എപ്പോഴും അവിടെയുണ്ട്. അപ്പം അല്ലിക്കുട്ടൻ ഓടിപ്പോയി നോക്കുക കേട്ടോ. അവൻ ആദ്യമായിട്ടാണ് ഈ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അവനെ ഞങ്ങൾ നേരത്തെ ഒരു വട്ടം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അവനൊന്ന് കുഞ്ഞായിരുന്നു, അപ്പോൾ അന്നൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേങ്കിൽ ബദ്രിമോൻ അങ്ങനെയല്ല, അവനെ കുറേ പ്രാവശ്യം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അവനാണെങ്കിൽ അവിടെ കടലിൽ പോയി കളിച്ചിട്ടുണ്ട്, അങ്ങനെ കുറേ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേങ്കിൽ അല്ലൂസിനൊന്നും വലിയ പരിചയമില്ല. അതുകൊണ്ട് അല്ലൂസ് ഇങ്ങനെ നോക്കി നിൽക്കുക. നമ്മളിപ്പം ജങ്കാറിൽ കയറിയിരിക്കുക. അതുകൊണ്ട് കണ്ടോ അക്കരെ കാണാം അമ്പലം കേട്ടോ. അവിടെ വെള്ളത്തിലൊക്കെ കുറേ പേര് പോകുന്നുണ്ട്.
അപ്പം ഞങ്ങളിങ്ങനെ കയറി നിൽക്കുക. ആൾക്കാരൊക്കെ ഇങ്ങനെ കയറുന്നതേ ഉള്ളൂ. അവർ കയറിയിട്ട് വേണം വണ്ടിയല്ലല്ലോ ജങ്കാറ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആൾക്കാരെല്ലാം നോക്കി നിൽക്കുക. അത് വലിയ തിരക്കില്ലായിരുന്നു കേട്ടോ. സാധാരണ ഞങ്ങൾ നേരത്തെയൊക്കെ വരുമ്പോൾ ഭയങ്കര തിരക്കായിരുന്നു, നല്ല തിരക്കായിരുന്നു വരുന്ന സമയത്ത്. ഞാനിങ്ങനെ നോക്കി നിൽക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞ് എൻ്റെ ഒരു വീഡിയോ എടുക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കിക്കുക. ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊക്കെ നിൽക്കാം, അതനുസരിച്ച് എടുക്കുമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടിയല്ല ജങ്കാർ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ അത് പെതുക്കെയാണ് പോകുന്നത്, വലിയ സ്പീഡിലൊന്നുമല്ല, പെതുക്കെയാണ് പോകുന്നത്. എല്ലാവരും കുറേ പേരൊക്കെ മാസം വരുന്നവരൊക്കെ ആയിരിക്കും, എന്നാൽ കുറച്ച് പേര് ആദ്യമായിട്ട് വരുന്നവർ കാണും. അല്ലൂസ് ഇങ്ങനെ നോക്കുക, ഇത് എന്താണ് സംഭവം അവനൊന്നും മനസ്സിലായിട്ടില്ല. അപ്പം നമ്മൾ അക്കരെ എത്തി കേട്ടോ. അവിടെ എത്തി നമ്മൾ ജങ്കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ്. കുറച്ച് നടക്കാനുണ്ട് കേട്ടോ, ഒത്തിരിയല്ല, എന്നാലും ഒരു കുറച്ച് നടക്കാനുണ്ട്. അമ്പലത്തിൽ ഞങ്ങൾ നേരത്തെ വന്ന് അതായത് ഒരു 5-6 വർഷത്തിനൊക്കെ മുന്നേ കറക്റ്റ് 7 മാസം കറക്റ്റായിട്ട് വന്നിട്ട് മണി കെട്ടി പൊങ്കാല ഇട്ടിട്ടുണ്ട്. അമ്മയും കൊണ്ട് പൊങ്കാലയൊക്കെ ഇടിപ്പിച്ചിട്ടുണ്ടേ. അപ്പോൾ അല്ലൂസ് പറഞ്ഞ് എന്നെ എടുക്കണ്ട, ഞാൻ നടക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ ഇറങ്ങി നടക്കുക. അവർ രണ്ടുപേരോട് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. നമ്മൾ വൈകിട്ടല്ലേ പോയത്, അപ്പോൾ സന്ധ്യ ആയതുകൊണ്ട് ഇച്ചിരി ഒരു പാട്ടും കാര്യങ്ങളൊക്കെ അവിടെ കേൾക്കുന്നുണ്ട്. പക്ഷേങ്കിൽ വോയിസ് ഇതായതുകൊണ്ട് അത് ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് അത് കേൾക്കുന്നില്ല. അവനെ കയ്യെ പിടിക്കണ്ട, ഞാൻ തന്നെ നടന്നോളാം എന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കിയിട്ട് ഇവൻ പോവാം. ഭയങ്കര വഴക്കാളി കേട്ടോ. നമ്മളങ്ങനെ അമ്പലത്തിൽ എത്തി. അമ്പലത്തിൻ്റെ അവിടെ എത്തി. കണ്ടോ ആൽമരം കണ്ടോ, ആൽമരത്തിൻ്റെ ചുവട്ടിലാണ് എല്ലാവരും കൊണ്ട് ചെരുപ്പിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാനും ചെരുപ്പ് ഊരിടാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകുമായിരുന്നേ. അവിടെ കൊണ്ട് ചെരുപ്പൊക്കെ ഇട്ടു. ഞങ്ങൾ 4 പേരുടെയും ചെരുപ്പ് അവിടെ കൊണ്ടിട്ട് വന്നിട്ട് പക്ഷേങ്കിൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല, അവിടെ അകത്ത് വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അത് ഏത് വഴിയാണെന്ന് നമുക്ക് അറിയത്തില്ല, അതിന് തിരക്ക്. പക്ഷേങ്കിൽ അങ്ങനെ വന്നിട്ട് കാര്യമില്ല, നമ്മളെ ജങ്കാറിലേക്ക് കയറി അതൊരു രസമാണ്. നമ്മൾ ജങ്കാറിൽ തന്നെയാണ് വന്നത്. അപ്പം നമ്മൾ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. സന്ധ്യ സമയമായതുകൊണ്ട് നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ, നല്ലൊരു വൈബാണ്. അപ്പോൾ ഫസ്റ്റിലെ തന്നെ എന്നോട് പറഞ്ഞു, നീ പെട്ടെന്ന് പോയി ടോക്കൺ എടുക്കുമെന്ന് പറഞ്ഞു. മണി കെട്ടാനുള്ള ടോക്കൺ എടുക്കണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ ഒരു 3-4 ക്യൂ ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് നേരം പോയി നിന്നപ്പോഴത്തേന് കിട്ടി. നമുക്കവിടെ ഓരോ പല കളറാട്ടോ, പല കളറിലാണ് നമുക്ക് ഓരോ ട്രെയിലായിട്ടാണ് തരുന്നത്. നമുക്ക് കിട്ടിയത് ബ്ലൂ ആയിരുന്നു. ബ്ലൂ കണ്ടില്ലേ, യെല്ലോ, റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, അങ്ങനെ പല കളറുണ്ട്. അതിൽ ബ്ലൂ ആണ് നമുക്ക് കിട്ടിയത്. അത് നമ്മുടെ കയ്യിൽ നിന്ന് അവിടെ മേടിച്ച് വെച്ചു. അവരത് നമ്മൾ അമ്പലത്തിനകത്ത് കയറി തൊഴുതിട്ട് വരുമ്പോഴത്തേക്കിന് അവരത് പൂജിച്ച് മണി ഒക്കെ ആയിട്ട് അവിടെ വിൽക്കും. എന്നിട്ട് അവരൊരു നീല കൗണ്ടറുണ്ട്, അവിടെ പോയി നമ്മൾ വാങ്ങിക്കണം. അപ്പോൾ അമ്പലത്തിനകത്തോട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അമ്പലത്തിൻ്റെ ആ ഭാഗം ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ അമ്പലത്തിനകത്ത് കയറി മെയിൻ ഭദ്രകാളിയുടെ പ്രതിഷ്ഠയിൽ പോയി തൊഴുത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കിന് അവനങ്ങ് കിടന്ന് ഓട്ടം. അവനവിടെ ഇഷ്ടംപോലെ സ്ഥലത്തിൽ പൂഴിമണ്ണായതുകൊണ്ട് അവന് ഭയങ്കരമായിട്ട് സന്തോഷമായി. അവൻ പോയി അവിടെ എല്ലാം കിടന്ന് കളിക്കുന്ന ചേട്ടൻ പോയി ഓടിപ്പോയി പിടിച്ചുകൊണ്ട് വരിക. അവനെ തക്ക സമയത്ത് നോക്കിയാൽ കാണത്തില്ല, അതേപോലെ അവൻ ഓട്ടവാ. പിന്നെ താമരക്കുളമൊക്കെ ഉണ്ടായിരുന്നു, കുളമല്ല ജസ്റ്റ് ഒരു ഇത്. അപ്പം അതൊക്കെ കണ്ടുവന്നിട്ട് അടുത്ത പ്രതിഷ്ഠയിൽ നമ്മൾ പോയി തൊഴാനൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം ചെയ്ത് നമ്മൾ തൊഴുത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കിനും നമ്മൾ നേർച്ച ചെയ്തത് വിളിക്കാൻ ടൈമായിട്ടുണ്ട്. അപ്പം നീല കളറിൽ ഓരോരോ ഇതായിട്ട് ഗോപുരം പോലെ പണിഞ്ഞ് വെച്ചിട്ടുണ്ട്. അവിടെ പോയിട്ടാണ് നമ്മുടെ നീല കളറായതുകൊണ്ട് നമ്മൾ അവിടെ പോയി നിൽക്കണമായിരുന്നു. അവിടെ പോയി നിൽക്കേണ്ട കാര്യമൊന്നും വന്നില്ല. പക്ഷേങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് ചെന്നതേ നമ്മുടെ പേര് വിളിച്ചു. നമ്മൾ അന്നേരം തന്നെ വഴിപാട് കിട്ടിയത് മേടിച്ചു. മണി 5 പേരുടെ എല്ലാവരും നമ്മൾ ആ മണി പൂജിച്ചത്. 5 മണി കിട്ടി. അപ്പോഴത്തേക്കും ഇവന്മാർ അതിനിടയ്ക്ക് അവിടെ ഇവിടെയെല്ലാം ചാടി ജസ്റ്റ് വീണ് കേട്ടോ, ചെറുത് വീണ് അച്ചച്ചി ഞാൻ വീണ്, എൻ്റെ കയ്യിലെല്ലാം മണ്ണ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണിക്കുക. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മൾ മണി കെട്ടാനുകൊണ്ട് ആൽത്തറയുടെ അവിടെ വിട്ട് മണി കെട്ട് 4 ഉണ്ടല്ലോ, അതിൻ്റെ അവിടെ വിട്ട് നമ്മൾ പോകായിരുന്നു. അവിടെ കുറേ ഭക്തജനങ്ങളുണ്ടായിരുന്നു കേട്ടോ, ഒത്തിരി പേരുണ്ടായിരുന്നു. എല്ലാവരും മണി കെട്ടാനായിട്ട് അവരുടെ ശ്രദ്ധിക്കും. അങ്ങനെ അവരവരുടെ ആഗ്രഹങ്ങൾ പറഞ്ഞിട്ട് 7 തവണ കറങ്ങി ആദ്യം 7 തവണ പ്രദക്ഷിണം വെച്ച് വേണം നമ്മൾ മണി കെട്ടാനെന്നാണ് അതിൻ്റെ ഐതിഹ്യം. ഞാനപ്പം 7 തവണ മണി കെട്ടാൻ വേണ്ടിയിട്ട് അമ്മനാരായണ ദേവിനാരായണൊക്കെ പറഞ്ഞുകൊണ്ട് പ്രദക്ഷിണം ചെയ്തിട്ട് 7 തവണ കഴിഞ്ഞപ്പോഴത്തേക്കിനും മണി കെട്ടാൻ വേണ്ടിയിട്ട് അവിടെ വന്ന് നിന്നു. അപ്പോഴത്തേക്കും അല്ലുമോനാണെങ്കിൽ ഭയങ്കര വഴക്കായിരുന്നു. അവന് അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വഴക്കായിരുന്നു. എല്ലാവരും തല കഴിഞ്ഞ് ഞാനാരും ആദ്യം കിട്ടിയത്. ഞാൻ മണിയൊക്കെ കെട്ടി. അപ്പോഴത്തേക്കും അല്ലുമോൻ അതൊക്കെ തൊട്ടൊക്കെ നോക്കുന്നുണ്ട്, എന്താണെന്ന് നമ്മളൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ അവൻ പറഞ്ഞു ഞാനും കെട്ടാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനും കെട്ടാനും എൻ്റെ ഒരു മണി അങ്ങ് മേടിച്ചു. ഞങ്ങൾ 5 മണിയായിരുന്നു. അപ്പം 4 എണ്ണം
4 പേർക്കും പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ ബ്രദറിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതും എൻ്റെ മൂത്ത മന്ത്രിമാനായിരുന്നു കെട്ടിയത്. അപ്പോൾ ഞങ്ങൾ 4 പേരും മണിയൊക്കെ കെട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പം കുറേ നല്ല തിരക്കായപ്പോഴത്തേക്കിന് സന്ധ്യയായി തുടങ്ങി. ആ ഒരു അമ്പലത്തിലെ ആ ഒരു പാട്ടും ഒക്കെ ആ ഒരു വൈബൊക്കെ നല്ല നല്ല രസമായിരുന്നു. ഞങ്ങൾ കൂടുതലും വന്നിട്ടുള്ളത് രാവിലെ ആയിരുന്നു. വെളുപ്പിനെ വീട്ടിൽ നിന്നൊരു 5 മണിയൊക്കെ ആകുമ്പോഴായിരുന്നു ഇറങ്ങുന്നത്. അപ്പം 5 മണി 6 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങി കഴിഞ്ഞാൽ ഒരു 7 മണി 8 മണി ആകുമ്പോഴത്തേനും നമ്മൾ 8-8:30 ആകുമ്പോഴത്തേനും നമ്മൾ അമ്പലത്തിലെത്തുമായിരുന്നു. ഇന്ന് നമ്മൾ 3 മണി 3:15 ഇറങ്ങിയത്. നമ്മൾ 5:15 ഇവിടെ എത്തി. നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഇവിടെ വരെ ഒരു 2-2.25 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു. അപ്പം ഞാൻ മണി കെട്ടി കഴിഞ്ഞപ്പോഴത്തേന് കുഞ്ഞിനെ ഞാനിങ്ങനെ മേടിച്ചിട്ട് ചേട്ടൻ മണി കെട്ടുമായിരുന്നേ. അത് മണി കെട്ടി കഴിഞ്ഞ് ചേട്ടനും കെട്ടി എല്ലാവരും മണി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്തൊക്കെ ആണെങ്കിൽ അവൻ ഭയങ്കര വഴക്കാട്ടോ. കയ്യിലിരുന്നുണ്ട് ഞാൻ കെട്ടാന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര വഴക്കൊക്കെ ആയിരുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ വേണ്ടിയിട്ടും ഞങ്ങൾ ഇപ്രാവശ്യം വലിയ നേർച്ചയായിട്ടൊന്നും അല്ലായിരുന്നു. നേർച്ച ചെയ്യുകയാണെങ്കിൽ 7 തവണ നമ്മൾ മണി കെട്ടണമായിരുന്നു. അപ്പം നമ്മളത് നേരത്തെ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്നങ്ങനെ 7 തവണ കെട്ടാമെന്നൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ചെന്ന് നമുക്ക് 1 തവണ അങ്ങനെ കെട്ടിയതേ ഉള്ളൂ. പിന്നെ നമുക്ക് നേർച്ച പറഞ്ഞിട്ട് പോയി കെട്ടുന്നവർക്കാണെങ്കിലും നേർച്ച പറഞ്ഞിട്ട് കെട്ടാം. അതല്ല ജസ്റ്റ് ഒന്ന് അമ്പലത്തിൽ നമ്മൾ ആഗ്രഹം കാരണം പോയി അങ്ങനെയാണെങ്കിൽ അങ്ങനെയും കെട്ടാം. കുഴപ്പം അങ്ങനൊന്നും 7 തവണ കെട്ടണം എന്നൊന്നും ഇല്ല. പിന്നാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കായലിനും കടലിനും നടുവിലുള്ള അമ്പലമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കടലിൻ്റെ അവിടോട്ട് ഓടുകയാണ് കടൽ. അതായത് അവിടെ തിരമാലയൊക്കെ നന്നായിട്ട് വരുന്നുണ്ടായിരുന്നു. ഈ മഴ സമയമായതുകൊണ്ട് ഭയങ്കരമായിട്ട് മഞ്ഞും അതായത് കാർമേഘം മൂടിയൊക്കെ കിടക്കുമായിരുന്നു. അവന്മാർ രണ്ടും കൂടെ ഫസ്റ്റിലെ ഓടി അങ്ങ് പോയേ. വെള്ളം വരും കുഞ്ഞിനെ പിടിയെന്നൊക്കെ ഞാൻ അവിടെ നിന്നോട് പറയുന്നു. അവനെ ഓടുക, അവനെ നമുക്ക് പിടിച്ചാൽ കിട്ടത്തില്ല, അടങ്ങി നിൽക്കത്തില്ല. അവനാണെങ്കിൽ അതൊക്കെ കണ്ടപ്പോഴത്തേന് ഭയങ്കര ഒരു ലാഘവത്തോടു കൂടി അവനങ്ങ് ഓടുക. അവനാണെങ്കിൽ ഇങ്ങനെ ഞങ്ങൾ എന്നിട്ട് കുറേ സമയമൊക്കെ അവിടെ പോയി ആ സന്ധ്യ സമയം ആയതുകൊണ്ട് നല്ല രസമായിരുന്നു. ആ ഒരു കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര രസമായിരുന്നു. പക്ഷേ ഇനി നല്ല തിര ഉണ്ടായിരുന്നു കേട്ടോ. സൂര്യൻ ഇങ്ങനെ അസ്തമിച്ച് വരുന്ന സമയമായിരുന്നു. എല്ലാവരും അവിടെ കല്ലുണ്ട് കേട്ടോ, പാറക്കല്ല് ഇങ്ങനെ അടുക്കിയിട്ടിട്ടുണ്ട്. അതിൻ്റെ മണ്ടയിലൊക്കെ കയറി നിന്ന് നോക്കുന്നുണ്ട്. ആദ്യമൊക്കെ ഞാൻ പറഞ്ഞു വേണ്ട കയറണ്ട പേടിയാ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ പിന്നീട് കയറി കേട്ടോ. പിന്നീട് കയറി സൂര്യൻ ഇങ്ങനെ അസ്തമിച്ച് വരുന്ന സമയമായതുകൊണ്ട് നല്ലൊരു വൈബായിരുന്നു. പിന്നീടാണെങ്കിൽ നമ്മൾ കുറച്ച് സമയമൊക്കെ അവിടെ നിന്നു. കുറച്ച് സമയം അതിന് വേണ്ടിയിട്ട് അവിടെ നിന്നു. അണ്ണ ഇങ്ങോട്ട് നോക്കിയേ, എല്ലാം കണ്ടോണ്ടിരിക്കും. അവൻ പറയാം അതിനകത്ത് മീമിയുണ്ട്, മീമിയെ വേണം എന്നൊക്കെ പറയുക. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഫോട്ടോ എടുക്കുന്നതാണ്, ഞാൻ പോയിരിക്കും അവനോട് നോക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചാടിയിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അത് നമ്മുടെ ഫോട്ടോയ്ക്ക് വീഡിയോയ്ക്കൊന്നും അങ്ങനെ പോസ്റ്റ് ചെയ്യാറില്ല. അതിന് ഭയങ്കര ഷൈയ. അത് ഷൈയല്ല, മില്ല് ചാടയാണ്, മില്ല് വെച്ചായാലും ചാടയാണ്. പക്ഷേ ഇങ്ങനെ നല്ലുമണങ്ങാണെങ്കിൽ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോഴത്തേക്കിന് വിക്ടറിയൊക്കെ കാണിച്ച് ഭയങ്കര ഇതിലൊക്കെ നിൽക്കും. നമ്മളിവിടെ ഇങ്ങനെ കാണിയിരുന്നു വിക്ടറിയൊക്കെ കാണിക്കത്തൊക്കെ പറഞ്ഞു വരിക. അപ്പോൾ തന്നെ അവൻ 2 കൈകൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മളാണെങ്കിൽ കുറേ സമയമൊക്കെ അവിടെ നിന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങോട്ടേക്ക് പോയിരുന്നു. അപ്പോഴത്തേക്കിന് ഇവന്മാരവിടെ കളിക്കാൻ തുടങ്ങി. പൂഴിമണ്ണായതുകൊണ്ട് അല്ലിക്കുട്ടൻ അവിടെ പറയുക ഹരിശ്രീ എഴുതാമേന്ന്. ഇപ്പം അംഗനവാടി പോകുന്നുണ്ട്. ഹരിശ്രീ പറയും. അങ്ങനെ ചുറ്റി എഴുതിയിട്ട് പറയും ഇത് ഹരിശ്രീ നമ്മളോട് പറയുക. അവരിങ്ങനെ എഴുതിക്കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ആ സമയത്തിന് ചേട്ടനാണെങ്കിൽ അവിടെ പൊങ്കാല ഇടുന്നുണ്ടായിരുന്നു. പൊങ്കാല പൈസ മേടിക്കാൻ പോയിട്ടുണ്ട്. അതാണ് പുള്ളി അവിടെ നിന്ന് കാണുന്നത്. അവൻ എഴുതുക, അവൻ അവിടെ ഫുള്ള് കൈപടിച്ച് ഇങ്ങനെ നടക്കുക. അവനിങ്ങനെ അങ്ങ് വിട്ടേക്കണം, അവനെ പിടിച്ചു വെക്കുന്നത് അവന് ഇഷ്ടമല്ല. അപ്പോഴത്തേക്കിന് നമുക്ക് പായസം കൊണ്ട് ആളെത്തിയിട്ടുണ്ട്. പൊങ്കാല പായസമായിരുന്നു, പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ആ ഒരു ഇലയ്ക്കകത്ത് കുറച്ച് കിട്ടി. അവന്മാർക്ക് വേണ്ടാന്ന് പറഞ്ഞു, പക്ഷെ ഞങ്ങൾ കഴിച്ചു. ഞങ്ങൾ 2 പേരും കഴിച്ചു. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവിടുത്തെ പ്രസാദമല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര ചൂടായിരുന്നു. അന്നേരം തന്നെ പൊങ്കാല നടത്തി പൊങ്കാല നടത്തുന്നവർ അന്നേരം തന്നെ നമുക്ക് പ്രസാദ വിതരണം ചെയ്യുന്നുണ്ടായിരുന്നേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് മണ്ണ് വാരി അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് കളിക്കുന്ന ഇവന്മാരെ ഞാൻ എവിടെ കൊണ്ടിട്ട് കഴുകും എന്നൊക്കെ ഞാൻ അവിടെ നിന്നുകൊണ്ട് പറയുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചിങ്ങോട്ട് വരുമ്പോഴത്തേനും അവിടെ കളിപ്പാട്ടക്കടയും കഴിക്കാനും ബജ്ജി കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവൻ ചാടി ചെന്നിട്ട് ഒരു തോക്കങ്ങ് എടുത്തു. ആ ചേച്ചി അങ്ങ് കൊടുത്തു. ഞങ്ങൾ ചോദിക്കുക ഇതെന്തോ ഫ്രീ ആണോ എന്നൊക്കെ ഞങ്ങളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. അവനത് ചെന്ന് എടുത്തു, അവനത് വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ചേച്ചി പറയും ഫ്രീ ആയി എടുത്തോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അവൻ ചാച്ചിയോട് പറഞ്ഞു ചാച്ചി എനിക്കിത് വേണം, മോന് വേണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുഞ്ഞിന് ഒരു കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പോയത്
അത്ര സമയമായില്ല, ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കഴിക്കാനാണ് അവിടെ കുറേ ബജ്ജി ഉണ്ടായിരുന്നു, കോളിഫ്ലവർ ബജ്ജി ഉണ്ടായിരുന്നു, കാബജ്ജി ഉണ്ടായിരുന്നു, പിന്നെന്തുവാ ഏത്തക്കപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ബജ്ജി മേടിച്ചു, കോളിഫ്ലവർ മേടിച്ചു, അതെല്ലാം മേടിച്ചു, പിന്നെ ചായ മേടിച്ചു. അങ്ങനെ അത് കഴിച്ചുകൊണ്ട് കുറച്ച് സമയം അങ്ങനെ അവിടെ കുറച്ച് സമയം പോയി കേട്ടോ. അപ്പം കഴിച്ചെല്ലാം കഴിഞ്ഞിട്ട് അവനപ്പോഴത്തേക്കിന് ഒരു ഏത്തക്കപ്പോ അല്ല കാബജിയൊക്കെ എടുത്ത് കൈ വെച്ചോണ്ടിരിക്കുകയോ കഴിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ കണ്ടപ്പോൾ വിചാരിക്കും ഇപ്പം അവൻ കഴിക്കുന്നില്ല, ഒരു വായ കഴിക്കത്തില്ല കേട്ടോ, ചുമ്മാ വായി വെച്ചോണ്ടിരിക്കത്തതേ ഉള്ളൂ. അത് ഇതും എല്ലാം തൊട്ടൊക്കെ നോക്കുന്നില്ല. പിന്നെ കുറച്ച് കോളിഫ്ലവർ ബജ്ജി കുറച്ച് കഴിച്ചു കേട്ടോ, അത് അവന് ഇഷ്ടപ്പെട്ടു. സോസ് മുക്കി തിന്നുന്നതുകൊണ്ട് അവൻ അത് മാത്രം അവൻ കഴിച്ചു. ഒരു 2-3 പീസ് കഴിച്ചു. അത് കൊള്ളാം, സൂപ്പറാണെന്നൊക്കെ എന്നോട് പറയുന്നു. നമ്മൾ നാരങ്ങ വെള്ളം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാരങ്ങ വെള്ളം പറഞ്ഞു അവന് വലിയവന് പനി ആയതുകൊണ്ട് അവന് കുലുക്കി സർബത്ത് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അവന് തണുപ്പില്ലാത്ത കുലുക്കി സർബത്ത് മേടിച്ചു. അപ്പം കഴിച്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി, അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും ഒരു അമ്മ ലോട്ടറി കൊണ്ടുവന്നു. അപ്പം അവർ അച്ഛനും മക്കളും കൂടെ ഒരു ലോട്ടറിയൊക്കെ എടുത്തു. അപ്പം ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു പൈസ കൊടുത്തു എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ കൊടുത്തു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങോട്ടെ. അപ്പോഴത്തേക്കും തന്നെ സന്ധ്യയായി കേട്ടോ. അവൻ്റെ കയ്യിലിരുന്ന കളിപ്പാട്ടം വലിയ മേടിച്ചതിനാണ് അവനൊരു ബബിള് മേടിച്ചിട്ടുണ്ടായിരുന്നു. അവനത് ഇട്ട് ഊതുന്നതിനാണ് അവനവിടെ കിടന്ന് വഴക്കുണ്ടായിരുന്നത് കേട്ടോ. അമ്പലത്തിൻ്റെ അവിടെ നല്ല സന്ധ്യ എന്ന് വെച്ചാൽ ഒരു ഇരുട്ടായി, എല്ലായിടത്തും സൂര്യനൊക്കെ അസ്തമിച്ച് തുടങ്ങി. അപ്പോഴത്തേക്കും നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുക. പിന്നെ നമ്മൾ അവൻ പറയുക എല്ലാം കഴിഞ്ഞ പോവാ ഗൈസ് എന്നൊക്കെ അവൾ പറയുക. ഞാൻ പറഞ്ഞു എടാ പറയടാന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഞാൻ പറയാം ഞങ്ങൾ പോവാ ഗൈസ്, എനിക്ക് തോക്ക് കിട്ടി ഗൈസ്, പാപ്പം കഴിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതെല്ലാം കഴിഞ്ഞ് അവനാണെങ്കിൽ എന്തുവായിരുന്നു അവൻ പറയുക എനിക്ക് എന്തോ വേണമെന്ന് പറഞ്ഞിട്ട് എന്നോട് എന്തോ പറഞ്ഞു വഴക്കുണ്ടായിരുന്നു. അപ്പോഴത്തേക്കിന് കുഞ്ഞിൻ്റെ കയ്യിൽ ബബിൾസ് മേടിച്ച് വലിയവൻ ഇങ്ങനെ ഊതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്നോട് പറഞ്ഞു അമ്മ ഇത് വീഡിയോ എടുക്കുക, നല്ല രസമായിരുന്നു, ഞാൻ ഊതി കാണിക്കാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു ആ ശരി നീ ഊതെന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ ഊതി കാണിക്കുവാണേ. പക്ഷെ അവൻ ഉദ്ദേശിച്ച പോലെ അതിനകത്തൊന്നും ബബിൾസ് വന്നില്ല, ചെറുതായിട്ടേ വന്നുള്ളൂ. എന്നിട്ട് അവൻ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി അവിടെ വലിയ ഗ്രൗണ്ടാട്ടോ, നല്ലൊരു വലിയ ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ടിൽ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കിന് അവിടെ മാങ്ങ വഴി ഒരുത്തി ഇങ്ങനെ വെച്ച് അത് കണ്ടപ്പോൾ അവന് ഉടനെ മാങ്ങ വേണം. അമ്മേ ഞാൻ മാങ്ങ മേടിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ അവൻ മാങ്ങ മേടിച്ച് ഇങ്ങനെ കഴിച്ചുകൊണ്ടിട്ട് ലാസ്റ്റ് നമ്മൾ ഇറങ്ങി. നമ്മൾ പറഞ്ഞില്ലേ ജങ്കാറിൽ തന്നെ നമ്മൾ തിരിച്ചു പോകുന്നത്. ആ സമയം അത്രയും സമയമായിട്ട് നമ്മളൊരു 7 മണി 7:15 എന്തോ ആയി ആ സമയം. അപ്പോഴും ആൾക്കാർ വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു. അവർ വന്നിങ്ങനെ ഇറങ്ങി എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കയറി പിന്നെ പോയി അവിടെ പോയി ഓടിക്കൊണ്ടുപോയി അവിടെ ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓടിപ്പോയി അവനെ കൊണ്ട് അവിടെ ഇരുത്തിയിട്ട് ഇവർ രണ്ടുപേരും കൂടെ അവിടെ അങ്ങ് ഇരുന്നു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇരിക്കുന്നില്ല നിങ്ങൾ പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെ ഇരുന്നു. അവൻ കളിപ്പാട്ടൊക്കെ കൈ വെച്ചിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് പറയാം നമ്മൾ പോവാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പം നല്ലൊരു സായാഹ്നമായിരുന്നു കേട്ടോ, നല്ലൊരു വൈകിട്ടായിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ വൈകിട്ട് ഈ സമയത്ത് അമ്പലത്തിൽ പോകുന്നതും ഇങ്ങനെ വൈകിട്ട് കായലിലൂടെയൊക്കെ പോകുന്നതൊക്കെ വൈകിട്ട് ആദ്യമായിട്ടാണോ. അപ്പോൾ അത് നല്ല രസമായിരുന്നു. എല്ലാവരും തിരിച്ചു പോകാനുള്ള തിരുപ്പത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം അവിടെ ആണെങ്കിൽ മെസ്സിയുടെ പടം വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്ത് ചെയ്യുന്നൊക്കെ ഇവൻ ചോദിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം നമ്മളവിടെ ചെന്ന് ജങ്കാർ നിർത്തി, ഇനിയിപ്പോൾ ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ സന്ധ്യയായി വീട്ടിൽ വന്നപ്പോഴത്തേക്കിനും നമ്മൾ ഇറങ്ങി തിരിച്ച് നമ്മുടെ വണ്ടിയിലോട്ട് പോവുകയാണ്. നമ്മുടെ വണ്ടി അതായത് കായൽ നക്കര സൈഡിലാണ് നിൽക്കുന്നത്. അവിടെ ഇറങ്ങി നമ്മൾ വണ്ടി എടുത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇപ്പോഴും കുറേ പേര് വരുന്നുണ്ട്, വന്നുകൊണ്ടേ ഇരിക്കുക. തീർത്ഥാടകരൊക്കെ കുറേ പേരുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടി കൊണ്ട് അങ്ങ് സൈഡിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും കമൻറ്റും ചെയ്യണേ. അതുപോലെ തന്നെ ബെൽ ബട്ടൺ അടിച്ച് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. നമ്മുടെ വണ്ടി ഇതാ കിടക്കുന്നു. അപ്പം ഓക്കെ ബൈ സി യു. ചാ കിടക്കുന്നു.